الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും സന്തോഷത്തോടുകൂടി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് പഠിപ്പിക്കാൻ ചരിത്രങ്ങളെ അല്ലാഹു ഉപയോഗിച്ചു. ദീനുൽ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ പരിശുദ്ധമായ ദീനനെ മനസ്സിലാക്കാൻ അല്ലാഹു ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച വലിയൊരു മാധ്യമം അത് ചരിത്രമാണ്. ചരിത്രം സത്യസന്ധമായ ചരിത്രത്തെ ഒരിക്കലും ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയുകയില്ല. ചരിത്രം അത് സത്യമാണ് എങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പലപ്പോഴും യാഥാർത്ഥ്യമുള്ള ചരിത്രങ്ങളെ വളച്ചൊടിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്തത്. ആധുനിക ഫാസിസ്റ്റുകൾ ചരിത്രത്തെ നിഷേധിക്കാനും ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്നത് ചരിത്രം പലതിനുമുള്ള തെളിവാണ്. ചരിത്രം പല സത്യങ്ങളെയും സത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ഉതകുന്ന വളരെ ശക്തമായൊരു മാധ്യമമാണ്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നാൾവഴികളെ പഠിപ്പിക്കാൻ ചരിത്രത്തെ ഉപയോഗിച്ചു. താരീഖ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ വരുന്ന പ്രവാചകന്മാരുടെ നിയോഗം 25 പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചു. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട്, 300 ചില്ല മുർസലീങ്ങളുണ്ട്. 25 പ്രവാചകന്മാരിലൂടെ അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തെ ബന്ധിപ്പിച്ചു. 25 മതി. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ചരിത്രം അങ്ങ് പറയണ്ട. പരിശുദ്ധ ദീനിനെ പഠിക്കാൻ ഒരുങ്ങുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തെയും കണക്ട് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ആദ്യ മനുഷ്യനായ ആദം നബിയിലേക്ക് എത്താൻ ഈ 25 പ്രവാചകന്മാരും അവരുടെ കാലഘട്ടവും മതി. എളുപ്പത്തിൽ ആദം നബിയിലെത്താം. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ നിഷേധിക്കുന്ന ആളുകൾ, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തെയും വളച്ചൊടിക്കാനും നിഷേധിക്കാനും ശ്രമിച്ചു. കാരണം ചരിത്രം നിലനിന്നു കഴിഞ്ഞാൽ, യാഥാർത്ഥ്യമായ ചരിത്രം നിലനിന്നു കഴിഞ്ഞാൽ അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പാണ്, ഇസ്ലാമിന്റെ നിലനിൽപ്പാണ്. ഏതൊരു മതത്തിന്റെ പിന്നിലും ആ മതത്തിന്റെ ചരിത്രം പഠിക്കാൻ ഒരുങ്ങുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി അവസാനം എത്തിച്ചേരുന്നത് ഒരു ശൂന്യതയിലേക്കാണ്. ഏതൊരു മതത്തിന്റെയും, ഏതൊരു പ്രത്യാശാസ്ത്രത്തിന്റെയും, ഏതൊരു ചിന്താധാരയുടെയും പിന്നിൽ അതിന്റെ ചരിത്രത്തെ ഗവേഷണം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു വിദ്യാർത്ഥി അവസാനം ആ മതങ്ങളുടെയും ആ പ്രത്യാശാസ്ത്രത്തിന്റെയും പിന്നിൽ എത്തിച്ചേരുന്നത് ഒരു ശൂന്യതയിലേക്കാണ്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഒരു വിദ്യാർത്ഥി നിഷ്പക്ഷമായി സത്യസന്ധമായി ചരിത്രങ്ങളെ തേടി അവൻ പഠിക്കാൻ ഒരുങ്ങിയാൽ അവൻ എത്തിച്ചേരുന്നത് മനുഷ്യന്റെ ഉൽപ്പത്തിയിലേക്കാണ്. ആദ്യമ മനുഷ്യനിലേക്ക് അവൻ എത്തിച്ചേരുമെന്ന് തീർച്ചയാണ്. അവിടുന്ന് അവൻ ഏക ദൈവത്തിലേക്ക് എത്തും, അള്ളാഹുവിലേക്ക് എത്തും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ മിഷനറിമാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കാനും ജനങ്ങളിൽ നിന്ന് അതിന്റെ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഓരോ കാലഘട്ടത്തിലും. പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ചരിത്രത്തെ ഇബാദത്തുകളുമായി കണക്ട് ചെയ്തു. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ദീനുൽ ഇസ്ലാമിന്റെ ചരിത്ര യാത്രയെ നമ്മൾ പഠിക്കണം. അല്ലാഹു ചരിത്രങ്ങളെ ഇബാദത്തുകളുമായി കണക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചു വരുന്ന ഇബാദത്തുകൾ ചരിത്രങ്ങളെ മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആവർത്തിച്ചു വരുന്ന ഇബാദത്തുകൾ ചരിത്രത്തെ മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്നേക്ക് 3300 വർഷങ്ങൾക്ക് പിന്നിൽ BC 2020 BD AD 2026 നമ്മൾ ഇന്ന് ജീവിക്കുകയാണ്. AD 2026 3300 വർഷങ്ങൾക്ക് പിന്നിൽ ഞങ്ങൾ സഞ്ചരിച്ചാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെത്തും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഇന്നേക്ക് 3300 വർഷം ഏകദേശം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള ദൂരം ഏകദേശം 1900 വർഷം. 1900 വർഷം മൂസാ നബിയിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ദൂരം വർഷം. ബനി ഇസ്രായേലിലെ അവസാന പ്രവാചകനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് മൂസാ നബിയിൽ നിന്നുള്ള ദൂരം 1300 വർഷം. മൂസാ നബിയിൽ നിന്നും ഈസാ നബിയിലേക്ക് 1300 വർഷം. മൂസാ നബി മുമ്പിലാണ്. ബനി ഇസ്രായേൽ അവസാനത്തെ നബിയാണ് ഈസാ നബി. 1300 വർഷം ഈസാ നബിയും മൂസാ നബിയും തമ്മിലുള്ള വ്യത്യാസം. 1900 വർഷം മുഹമ്മദ് നബിയും മൂസാ നബിയും തമ്മിലുള്ള വ്യത്യാസം. വെറും 600 വർഷം
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈസാ നബിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് ചരിത്രത്തെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആണ്. അവിടുന്ന് അങ്ങോട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെ ചരിത്രത്തെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയവരുണ്ട്. ഏകദേശ കണക്ക് മനുഷ്യന്റെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയും, അവിടുന്ന് അങ്ങോട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയും, അവിടുന്ന് അങ്ങോട്ട് ഇന്ന് 2026 വരെ ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും ജീവിച്ച കാലഘട്ടവും എത്ര നൂറ്റാണ്ടുകളാണ് അവർ ജീവിച്ചത് എന്നും എത്ര കാലഘട്ടമാണ് അവർ പ്രബോധനം നടത്തിയത് എന്നും കൃത്യമായി ചരിത്രത്തിൽ രേഖയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇത് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളെ ഇബാദത്തുകളുമായി കണക്ട് ചെയ്തു. പരിശുദ്ധമായ മുഹറം മാസത്തിലെ മുഹറം 10 നിൽക്കുന്ന നാം 3300 വർഷം പിന്നോട്ട് സഞ്ചരിച്ചാൽ മാത്രമേ ഈ മുഹറം 10ന്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് ബോധ്യപ്പെടൂ. 3300 വർഷം ഏകദേശം പിറകിലോട്ട് സഞ്ചരിച്ചാലേ ഇന്ന് നാം ഇബാദത്തായി കൊണ്ടു നടക്കുന്ന മുഹറം 10ന്റെ നോമ്പിന്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് അറിയൂ. കേവലം ഒരു നോമ്പല്ല മുഹറം 10ലെ നോമ്പ്. അതുകൊണ്ടാണ് നാം പറഞ്ഞത് ഇബാദത്തുകളെ അല്ലാഹു ചരിത്രവുമായി ബന്ധിപ്പിച്ചത്. കേവലം ആ ഇബാദത്ത് ചെയ്യുക എന്നതിലപ്പുറം അതിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഇന്നലകളെ കുറിച്ച് മനുഷ്യൻ അറിയണം. ആ ഇന്നലകളെ ഇന്നുകളുമായി വർത്തമാന കാലഘട്ടവുമായി ബന്ധിപ്പിക്കാൻ മനുഷ്യന് കഴിയണം. അപ്പോഴേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ജൈത്രയാത്ര അത് എത്രത്തോളം അജയ്യമാണ് എന്ന് മനുഷ്യന് ബോധ്യപ്പെടൂ. മുഹറം 10 നോമ്പ് അള്ളാഹുവിന്റെ റസൂല് സുന്നത്താക്കി. എന്തിന്? എന്താണ് അതിന്റെ പിന്നിൽ? കേവലം ഒരു നോമ്പാണോ? അല്ല. നാം പറഞ്ഞു 3000 വർഷങ്ങൾക്ക് മുമ്പ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രബോധനം ചെയ്യാനുള്ള ഒരു മനുഷ്യൻ, പ്രബോധനം ചെയ്യാനുള്ള ഒരു വ്യക്തിയെ അള്ളാഹു തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു ഫിർഔന്റെ കൊട്ടാരത്തിൽ നിന്നും. ചരിത്രത്തിന്റെ തുടക്കം മുഹറം 10ന്റെ തുടക്കം അവിടെയാണ്. മുഹറം 10ന്റെ നോമ്പിന്റെ തുടക്കം അവിടെയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് കാലഘട്ടം ഒരുപാട് കഴിഞ്ഞു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബനി ഇസ്രായേലിലെ ഒരു പ്രവാചകനാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് 1300 വർഷം മുമ്പുള്ള ഒരു പ്രവാചകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർത്താൻ തീരുമാനിക്കുന്നു. ഫിർഔന്റെ കൊട്ടാരത്തിൽ ബനി ഇസ്രായേൽ ജനിക്കുന്ന ആൺമക്കളെയെല്ലാം കൊല്ലാൻ ഫിർഔൻ തീരുമാനിക്കുന്നു. കാരണം ഫിർഔനെ ഇല്ലാതാക്കാൻ പാകമുള്ള ഒരു ആണും ഈ ഭൂമിയിൽ ഇനി ജീവിക്കരുത് എന്ന് തീരുമാനമുണ്ടായി ഫിർഔനിൽ നിന്ന്. ഫിർഔന്റെ ആധിപത്യത്തെ കവർന്നെടുക്കുന്ന, ഫിർഔന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന, ആ സ്വച്ഛാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ആണും ഇനി ഈ ഭൂമിയിൽ വേണ്ട എന്ന് തീരുമാനിച്ച് ഫിർഔൻ ആണുങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ ഉടമസ്ഥനായ അല്ലാഹു ആ ഫിർഔന്റെ ഇടയിലൂടെ ആ ഫിർഔന്റെ രാജാധിപത്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ തീരുമാനിക്കുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളരുന്നു. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹ, സൂറത്തു ശുആറ, വ്യത്യസ്തങ്ങളായ സൂറത്തുകളിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ ഖുർആനിൽ അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ. അതെ, ആ ചരിത്രം സംഭവ ബഹുലമാണ്. ഇസ്ലാമിനെ പഠിക്കുന്ന വ്യക്തി, തൗഹീദിനെ പഠിക്കുന്ന വ്യക്തി, ഇസ്ലാമിന്റെ ഇന്നലകളെ പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അവന്റെ ചരിത്ര ഏടിൽ, അവന്റെ ചരിത്ര പാഠക പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വളർത്തി ഫിർഔന്റെ കൊട്ടാരത്തിൽ. മൂസാ നബിയെ തൊടാൻ ഫിർഔന് കഴിഞ്ഞിട്ടില്ല, അതിന് അവസരമൊത്തില്ല. ചരിത്രം വിശാലമാണ്. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വലുതായി. എപ്പോഴും ഫിർഔന്റെ കണ്ണിൽ കരടായി മൂസ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയെ തന്നെ എത്തിച്ചു മൂസാ നബിക്ക് പാല് കൊടുക്കാൻ. മൂസാ നബി പാല് കുടിക്കുന്നില്ല.
ആരുടെയും പാല് കുടിക്കാൻ ഒരുങ്ങുന്നില്ല. കരയാണ് ചെറിയ കുഞ്ഞായ മൂസാ നബി. എന്ത് ചെയ്യണം? ആസിയ ബീവിന്റെ കയ്യിലാണ് മൂസാ നബി ഉള്ളത്. അവസാന തീരുമാനമായി നമുക്ക് പാലൂട്ടാൻ എല്ലാരെയും വിളിക്കാം, പാലൂട്ടാൻ ആളുകളെ മാറി മാറി വിളിക്കാം. സ്ത്രീകൾ ഒരുപാട് വന്നു. ആരുടെയും മാറത്ത് നിന്ന് മൂസാ നബി പാല് കുടിക്കാൻ തയ്യാറായില്ല. അവസാനം മൂസ എത്തി. മൂസാ നബിയുടെ ഉമ്മ മറ്റെല്ലാ ഉമ്മമാരെ പോലെയും ഫിറഔന്റെ കൊട്ടാരത്തിലെത്തി. സ്വന്തം മോന് പാല് കൊടുത്തു. ഇതാർക്കും അറിയില്ല. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. സ്വന്തം ഉമ്മാന്റെ പാല് കുടിച്ചുകൊണ്ട് ശത്രുവായ ഫിറഔന്റെ കൊട്ടാരത്തിൽ വളർന്നു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. വലുതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തീരുമാനം നടപ്പാക്കാനുള്ള സമയമായി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിശീലിപ്പിക്കുകയാണ്. ഫിറഔന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന അക്രമവും ഫിറഔന്റെ വായിൽ നിന്ന് വന്ന കുഫ്റിന്റെയും ശിർക്കിന്റെയും വാചകങ്ങളും കേട്ട് വളരുകയാണ് മൂസ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന് ശക്തി ഉണ്ടാവണം. എങ്ങനെ ശക്തി ഉണ്ടാവണം? മൂസയുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാവണം. അതിൽ ഫിറഔന്റെ കൊട്ടാരത്തിൽ ഫിറഔന്റെ ചേഷ്ടകൾ കണ്ട് തന്നെ മൂസ വളരണം. ഫിറഔന്റെ അക്രമം കണ്ടു തന്നെ മൂസ വളരണം. ഫിറഔന്റെ ആധിപത്യത്തിന്റെ രുചി അറിയണം മൂസ. അതിന്റെ കയ്പ് നീര് മൂസ കണ്ടനുഭവിക്കണം. എന്നിട്ട് ഫിറഔനെതിരെ മൂസ വരണം. അപ്പോഴേ മൂസയുടെ ആയുധത്തിന് മൂർച്ചയുണ്ടാവൂ. അപ്പോഴേ മൂസയുടെ ദഅവത്തിന് ശക്തി ഉണ്ടാവൂ. ആരാണ് ഫിറഔൻ എന്നറിയുന്ന മൂസയാവണം അവൻ. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് ഫിറഔൻ അല്ലാഹുവാണ് ഏകൻ, അല്ലാഹുവാണ് സർവാധിപത്യമുള്ളവൻ, അവനാണ് റബ്ബെന്ന് ഫിറഔന്റെ കൊട്ടാരത്തിൽ കയറി നിന്നുകൊണ്ട് അധികാര സ്വരത്തിൽ പറയാൻ ആ കൊട്ടാരത്തിലെ പരിചയമുള്ളൊരുത്തൻ വളരണം. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔന്റെ കൊട്ടാരത്തെയും പരിചാരകരെയും ഫിറഔന്റെ സ്വഭാവത്തെയും ഫിറഔന്റെ രീതിയെയും കണ്ടു വളർന്നു. ഫിറഔനെതിരെ സംസാരിക്കാൻ അല്ലാഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരുക്കുകയായിരുന്നു. അങ്ങനെ ദിവസം വന്നു. ചരിത്രം ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൗഹീദിന്റെ പ്രബോധനവുമായി ഫിറഔനിലേക്ക് അയക്കുകയാണ്. ഇദ്ഹബ് ഇലാ ഫിറഔൻ. അതിന്റെ ഇടയിൽ ചരിത്രം ഒരുപാടുണ്ട്, നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പൂർണ്ണനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് നബുവത്ത് നൽകുകയാണ്. മൂസാ നബിയുടെ കയ്യിലേക്ക് അല്ലാഹു തൗഹീദ് ഏൽപ്പിക്കുകയാണ്. അക്രമിയായ ഭരണാധികാരിയെയും ഞാനാണ് റബ്ബെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും അവർക്ക് മുമ്പിൽ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ ആധിപത്യത്തെ തകർത്ത് ഞാനാണ് സർവാധിപതി എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഫിറഔന്റെ അടുക്കലേക്ക് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന. ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ. മൂസ ഫിറഔന്റെ അടുക്കലേക്ക് പോകാൻ സമയമായി. ഫിറഔന്റെ അക്രമം പേടിച്ച് മൂസാ നബി ഓടി, അല്ലെ? ഓടി കെതച്ചു. ആരോരുമില്ലാതെ പട്ടിണി പാവമായ മൂസാ നബി ഒരു മരച്ചുവട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത് വിശന്നിട്ട്. മൂസാ നബിന്റെ ആദ്യത്തെ ദുആ. മൂസാ നബിയുടെ ദുആ എന്താണ്? അല്ലാഹുവേ റബ്ബി ഇന്നി അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹ്, നീ എന്തെങ്കിലും ഒരു ഖൈർ എനിക്ക് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ഇപ്പം വേണം. ഇപ്പം കാരണം വിശന്ന്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ദുആ ചെയ്തത് ഭക്ഷണത്തിനാണ്. ഫിറഔന്റെ പട്ടാളക്കാർ മൂസാ നബിയെ പിടിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ മൂസാ നബി ഓടി മദീനയിലെ ഭാഗത്തേക്കാണ് ഓടിയത്. അങ്ങനെ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെൺമക്കൾക്ക് ആട്ടിന് വെള്ളം കുടിപ്പിച്ചു. അങ്ങനെ തണലിലേക്ക് ഒരു മരച്ചുവട്ടിലേക്ക് മാറിയിരുന്ന മൂസാ നബി അള്ളാഹിനോട് ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് മൂസാ നബി എത്തിക്കുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, മൂസ നീ പോകണം. ഇദ്ഹബ് ഇലാ ഫിറഔൻ. ഫിറഔന്റെ അടുക്കലേക്ക് പോകണം. ഇന്നഹു തഗാ. അവൻ അക്രമിയായിരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ അവർക്കിടയിൽ ഒരു തെറ്റ് ചെയ്തവനാണ്. അബദ്ധത്താൽ ഒരുത്തനെ കൊന്ന ഒരു തെറ്റുകാരനാണ് ഞാൻ. അവരെന്നെ കൊല്ലുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ അല്ലാഹുവേ എന്റെ നാവിന് പിഴവ് സംഭവിക്കുമോ എന്നോ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫാർസിൽ മഅനാ ഹാറൂൻ, അല്ലാഹുവേ എന്റെ കൂടെ ഹാറൂൻ സഹോദരനെ അയക്കണം, എന്റെ സഹോദരൻ ഹാറൂനെ നീ അയക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറഞ്ഞു, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുക്കിലേക്ക് പോകണം, എന്നിട്ട് അവനോട് പറയണം, അലാ തത്തഖൂൻ അലാ തത്തഖൂൻ, ഫിർഔനെ സൂക്ഷ്മത കാണിക്കാൻ നീ തയ്യാറില്ലേ, നീ തയ്യാറില്ലേ? ഞങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദാസന്മാരാണ്, റബ്ബുൽ ആലമീനായ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള. അപ്പൊ ഫിർഔൻ ചോദിച്ചു, ഫമാ റബ്ബുൽ ആലമീൻ, മൂസ നീ പറയുന്ന റബ്ബുൽ ആലമീൻ ആരാണ്, എന്താണ്? ഫിർഔന്റെ ചോദ്യം, നീ പറയുന്ന റബ്ബുൽ ആലമീൻ ആരാണ്? എന്നിട്ട് ഫിർഔൻ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ മൂസ പറയുന്ന റബ്ബിനെ? ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ? പക്ഷെ മൂസ പറയുന്ന വേറൊരു റബ്ബുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ ഫിർഔൻ, നമ്മുടെ റബ്ബ് അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, ഓരോന്നിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയ റബ്ബാണ്. സുമ്മ ഹദാ, എന്നിട്ട് ഓരോന്നിനും മാർഗനിർദ്ദേശം നൽകിയ റബ്ബാണ്. ഓരോന്നിനെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും എന്നിട്ട് അവർക്ക് ആവശ്യമായ മാർഗരേഖ നിശ്ചയിക്കുകയും ചെയ്ത റബ്ബാണ് നമ്മുടെ റബ്ബ്. ഫിർഔനും മൂസാ നബിയോ വാഗ്വാദങ്ങൾ നടന്നു, തർക്കങ്ങൾ നടന്നു. അതിന്റെ ഇടയിൽ ഫിർഔൻ പറഞ്ഞു, ഖാല അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, മൂസാ നീ കുറെ കാലം നമ്മളുടെ ഇടയിൽ ജീവിച്ച ആളല്ലേ, നീ എന്റെ കൊട്ടാരത്തിലല്ലേ മൂസ വളർന്നത് അല്ലേ? എപ്പോഴും ആദർശത്തിന്റെ ശത്രുക്കൾ പറയുന്ന വാചകമാണ്, ഇന്നും അതാണ്. നീ നമ്മളുടെ വളർന്ന ആളല്ലേ, നീ നമ്മളുടെ പഠിച്ച ആളല്ലേ, നിന്നെ നമ്മളല്ലേ ഇങ്ങനെ ആക്കിയത്? ആദർശ ശത്രുക്കൾ ഇന്നും പറയുന്ന വാചകങ്ങൾ അതാണ്. ഹക്കിനെ ബോധ്യപ്പെട്ട് ഹക്കിലേക്ക് തിരിച്ചു വന്നവരോട് ഇന്നും ആദർശത്തിന്റെ ശത്രുക്കൾ പറയുന്ന വാചകങ്ങൾ ചിലത് അന്ന് ഫിറഔൻ പറഞ്ഞു വെച്ചതാണ്. നീ നമ്മളുടെ വളർന്ന ആളല്ലേ, നിന്നെ ഇങ്ങനെ ആക്കിയത് ഞങ്ങളല്ലേ, നമ്മളല്ലേ നിനക്ക് ഇന്നത് തന്നത്, നമ്മളല്ലേ നിനക്ക് ഇന്നത് തന്നത് എന്ന് പറഞ്ഞ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വൈകാരികമായി ഇടപെടാൻ ഫിറഔൻ വാക്കുകൾ ഉപയോഗിച്ചു. ഫിറഔൻ പറഞ്ഞു, അലം നുറബ്ബിക ഫീനാ, ഞങ്ങളുടെ ഇടയിലല്ലേ മൂസ നീ വളർന്നത്, വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, നിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വർഷ കാലഘട്ടം നീ നമ്മളുടെ ഇടയിൽ ജീവിച്ചവനല്ലേ മൂസ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാണോ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഫിർഔനോട്, ഫിർഔനെ ഫഅർസിൽ മഅയ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലി മുസ്ലിം ന്യൂനപക്ഷം നിന്റെ തടവറയിലാണ്, നമുക്ക് അവരെ വിട്ടുതരണം. മൂസാ നബി ഓരോ അവകാശങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. ഫിർഔന്റെ മുന്നിൽ ന്യൂനപക്ഷം വരുന്ന ബനി ഇസ്രായേലികളെ വിട്ടുതരണമെന്ന് മൂസാ നബിയുടെ ആവശ്യമാണ്. കാരണം അവർ മുസ്ലിമീങ്ങളാണ്. ഫിർഔൻ അടിച്ചമർത്തുകയാണ് അവരെ. ഭൂരിപക്ഷം വരുന്ന ഖിബ്തി സപ്പോർട്ടോടുകൂടി ഫിർഔൻ ന്യൂനപക്ഷം വരുന്ന ബനി ഇസ്രായേലുകളെ അടിച്ചമർത്തുകയാണ്. മൂസാ നബി പറഞ്ഞു, ഫിർഔൻ അവരെ നമുക്ക് വിട്ടുതരണം. അടിപടിയായി ഫിർഔൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ തീരുമാനങ്ങൾ ഉണ്ടാക്കി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ന്യൂനപക്ഷം വരുന്ന ബനി ഇസ്രായേലുകളെയും ഇല്ലായ്മ ചെയ്യാൻ ഫിർഔൻ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ തീരുമാനം വന്ന് മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, വഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ, മൂസാ നീയും നിന്റെ കൂട്ടരും കൂടി രാത്രിക്ക് രാത്രി സ്ഥലം വിടണം. ഈജിപ്തിൽ നിന്ന്, മിസ്രിലാണ് മൂസാ നബി ജീവിച്ചതും ജനിച്ചതും വളർന്നതും. ഈജിപ്തിൽ നിന്നും നിന്റെ ആളുകളുമായിട്ട് നീ പെട്ടെന്ന് സ്ഥലം വിടണം. ഇന്നക്കും മുത്തബഊൻ, ഫിർഔന്റെ ആളുകൾ നിന്നെയും നിന്റെ കൂട്ടരെയും പിന്തുടരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളെ പിന്തുടരാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിടണം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ന്യൂനപക്ഷം വരുന്ന ബനി ഇസ്രായേലിനെയും കൂട്ടിയിട്ട് ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. അങ്ങനെയാണ് മൂസാ നബി ചെങ്കടലിന്റെ ഓരത്ത് ചെന്ന് നിൽക്കുന്നത്. അല്ലാഹു പറയാണ്, ഫലമ്മാ തറാഅൽ ജംആനി, അവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ
ഫിറഔന്റെ പട്ടാളക്കാർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ടീമും പോയി എന്നറിഞ്ഞ ഉടനെ തന്നെ ഫിറഔൻ പറഞ്ഞു എല്ലാവരോടും, നാട്ടുകാരെയൊക്കെ വിവരമറിയിക്ക്, മൂസയെ പിടിക്കാൻ നമുക്ക് പോണം, മൂസയെയും ടീമിനെയും പിടിക്കാൻ നമുക്ക് പോണം. അള്ളാഹു പറഞ്ഞു, ആ നാട്ടിലുള്ള ഓരോ കുഗ്രാമങ്ങളിൽ നിന്നും ആളുകളെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. കേവലം ഫിറഔന്റെ എണ്ണപ്പെട്ട പട്ടാളക്കാരുമല്ല, ഫിറഔന്റെ കൂടെയുള്ളവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ അന്ന് മൂസാ നബിനെ പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. മൂസാ നബിനെ പിടിക്കാൻ എല്ലാവരും, ആ നാട്ടിൽ വേറെ ആരുമില്ലാത്ത രൂപത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔൻ എല്ലാരെയും പറഞ്ഞയച്ചു. പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഫഅർസല ഫിറഔനു ഇലൽ മദായിനി ഹാശിർ, എല്ലാവരുടെയും പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹാ ശിർദിമതുൻ ഖലീലുൻ, അവർ വളരെ ചുരുങ്ങിയ ആളാണ്, നമുക്ക് അവരെ പിടിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരെയും ഫിറഔൻ സംഘടിപ്പിച്ചു. അങ്ങനെ അവരെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നിലെത്തി. മൂസാ നബിയോട് ആളുകൾ ചോദിച്ചു, ബനി ഇസ്രായേലുകൾ, ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മളെ പിടിക്കപ്പെട്ടു, ഫിറഔന്റെ ആളുകൾ നമ്മളെ പിന്നിലുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ബനി ഇസ്രായേലി ന്യൂനപക്ഷത്തോട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന മഅകല്ല, ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. പിന്നിൽ ഫിറഔനെ കണ്ട ബനി ഇസ്രായേലികളാണ് ചോദിക്കുന്നത്. പിന്നിൽ ഫിറഔന്റെ പട്ടാളക്കാരെ കണ്ണുകൊണ്ട് കണ്ട ബനി ഇസ്രായേലികളാണ്, മുസ്ലിമീങ്ങളാണ് മൂസാ നബിയോട് ചോദിക്കുന്നത്, മൂസ നമ്മളെ പിടിക്കാൻ പോവാണോ? ഫിറഔൻ പിന്നിൽ എത്തിയിട്ടുണ്ട്, മുമ്പിൽ ചെങ്കടല. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തെല്ലും പതറാതെ ബനി ഇസ്രായേലി ന്യൂനപക്ഷത്തോട് പറഞ്ഞു, കല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവർക്ക് ഈമാൻ പഠിപ്പിക്കായിരുന്നു. ഇന്ന മഅയ റബ്ബി സയഹ്ദി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ നമുക്ക് വഴി കാണിച്ചു തരും. ഫിറഔന്റെ അക്രമത്തിൽ നിന്നും നമ്മോട് ഈജിപ്ത് വിട്ട് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞത് അല്ലാഹുവാണ്. ഈ ചെങ്കടലിന്റെ ഓരത്ത് എത്തി നിൽക്കുമ്പോഴും ഉടമസ്ഥനായ അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവൻ നമുക്ക് വഴിയൊരുക്കി തരും. കാരണം അള്ളാഹു മുമ്പേ പറഞ്ഞിട്ടുണ്ട് മൂസാ നബിനോടും ഹാറൂൻ നബിനോടും, ഇന്നി അസ്മഉ വ അറാ, മൂസ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, ഞാനെല്ലാം കാണുന്നും കേൾക്കുന്നുമുണ്ട്. ഈ ധൈര്യം നമുക്ക് വേണം, ഈ യഖീൻ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ആകെ ഒരു ധൈര്യം എന്താണ്? അള്ളാഹു മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും പറഞ്ഞ അതേ ധൈര്യം, ഇന്നി അസ്മഉ വ അറാ, മൂസാ ഹാറൂൻ ഞാനെല്ലാം കാണുന്നും കേൾക്കുന്നുമുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കോ. അവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകൾ അനുസരിക്കുമ്പോഴും മൂസാ നബിക്കുണ്ടായ ധൈര്യം അള്ളാഹു കാണുന്നുണ്ട് എന്നാണ്. ചെങ്കടലിന്റെ ഓരത്ത് മൂസാ നബിയും അനുയായികളും, പിന്നിൽ ഫിറഔന്റെ സംഘം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ജീവിതത്തിന്, അതുവരെയുള്ള ത്യാഗോജലമായ പ്രബോധന ജീവിതത്തിന് അല്ലാഹു മാർക്കിടുകയാണ്. 100 മാർക്ക് കൊടുത്തു. അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചു. മൂസക്ക് നാം വഹീ നൽകി, അൻ അദ്രിബ് ബിഅസാകൽ ബഹ്റ, കടലിനെ അടിക്കാൻ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് കടലിനെ അടിക്കണമെന്ന് ഞാൻ മൂസയോട് വഹീ നൽകി. ഫംഫലഖ, ആ സമുദ്രം പിളർന്നു പൊട്ടി. ഫംഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, ഓരോ ഗോത്രക്കാർക്കും വേണ്ടി ആ സമുദ്രത്തിലെ വെള്ളം, ജലാംശം അത് മലന്തിട്ട പോലെ മാറി നിന്നു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനും അനുയായികൾക്കും യാത്ര ചെയ്യാനുള്ള വഴി സജ്ജമായി. അതിലൂടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും ടീമും കടന്നു. എല്ലാവരും അപ്പുറത്തി. ഫിറഔന്റെ ആളുകളോട് പറഞ്ഞിതാ, ഈ വഴിയും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണ്, നിങ്ങൾ ധൈര്യത്തിൽ കടന്നു. അള്ളാഹു പറഞ്ഞു, വഅസ്ലഫ്നാ സമ്മൽ ആഖരീൻ, മറ്റുള്ളവരെയും ഞാൻ അവിടെ എത്തിച്ചു. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ യാദൃശികമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഓൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇവൻ ചെയ്തതാണ്, അത് അങ്ങനെയുണ്ട്. ഇല്ല പ്രിയപ്പെട്ടവരെ, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കാണ് ഈ ചരിത്രത്തിലൂടെ.
മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആളുകൾ സമുദ്രത്തിന്റെ അക്കരെ എത്തി. അല്ലാഹു പറയാണ് വഅസ്ലഫ്നാ സമ്മൽ ആഖിരീൻ, മറ്റുള്ളവരെയും ഞാൻ അവിടെ എത്തിച്ചു. അല്ലാഹു എത്തിക്കുക. ഫിറഔന്റെ ആളുകൾ പൂർണ്ണമായിട്ടും കടലിലേക്ക് പ്രവേശിച്ചു. മൂസാ നബി അക്കരെ എത്തി. മൂസാ നബി തിരിഞ്ഞു നോക്കിയപ്പോ ഫിറഔന്റെ ആളുകൾ, ഫിറഔന്റെ പട്ടാളക്കാർ സമുദ്രത്തിൽ ഒരുങ്ങിയ വഴിയിലൂടെ കടന്നു വരുന്നു. മൂസാ നബി ബേജാറായി. അവിടെ അല്ലാഹു പറഞ്ഞു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വത്റുക്കിൽ ബഹ്റ റഹ്വ, മൂസ സമുദ്രത്തെ അതിന്റെ പാട്ടിന് വിടുക, അത് നമ്മൾ നോക്കിക്കോളാം. അല്ലെ, സമുദ്രത്തിന്റെ തിരമാലകൾ കൂട്ടിയടിച്ചു. ഫിറഔനെ അല്ലാഹു നശിപ്പിച്ചു. ഫിറഔനെ അല്ലാഹു നശിപ്പിച്ചു. ഫിറഔന്റെ ആദർശവും ഫിറഔന്റെ ആധിപത്യവും ആ കടലിൽ ഒന്നുമല്ലാതായി മുങ്ങി നശിച്ചു. ഫിറഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ബനി ഇസ്രായേലികളും കടല് കടന്നു. എന്നിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് നന്ദി എന്നോണം, ഫിറഔനെ നശിപ്പിച്ച റബ്ബിന് നന്ദി എന്നോണം നോമ്പ് നോറ്റു. ആ നോമ്പാണ് ഇന്ന് നമ്മൾ നോറ്റത്. ആ നോമ്പാണ് ഇന്ന് നമ്മൾ നോറ്റത്. തൗഹീദിന് വേണ്ടി പടപൊരുതിയൊരു പ്രവാചകൻ, തൗഹീദിന് വേണ്ടി പടപൊരുതിയൊരു പ്രവാചകൻ, ഫിറഔന്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് ആദർശം പറഞ്ഞ പ്രവാചകൻ, ഫിറഔനാകുന്ന അക്രമിക്ക് മുന്നിൽ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിനെ പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഫിറഔനുമായി നടന്ന സംസാരങ്ങളും സംവാദങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സവിസ്തരം പ്രതിപാദിച്ചു. അതിൽ നിന്നും മറവി സംഭവിക്കാതിരിക്കാൻ, അതിനെ മനുഷ്യർ വിസ്മരിക്കാതിരിക്കാൻ അല്ലാഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് നന്ദി പ്രകാരം എടുത്ത നോമ്പ് അല്ലാഹു ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ആദ്യം നിർബന്ധമാക്കി. പിന്നീട് റമളാനിലെ നോമ്പ് നിർബന്ധമായപ്പോൾ മുഹറം 10 നോമ്പ് സുന്നത്തായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ നോമ്പ് ജൂതന്മാർ എടുക്കുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളും ആ നോമ്പെടുക്കും. മൂസാ നബിയോട് ഏറ്റവും അർഹതപ്പെട്ടവർ നമ്മളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, രണ്ടാമതും അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതിനുശേഷം 40 വർഷമാണ് തീഹ് മരുഭൂമിയിൽ അലഞ്ഞത്. വിശാലമായ ചരിത്രമാണ്. നമ്മൾ പഠിക്കണം, വായിക്കണം. നമുക്ക് അത് പഠിക്കാനും വായിക്കാനും അറിയാനുമുള്ള എല്ലാ വഴിയും ഇന്ന് സുലഭമാണ്. നമ്മുടെ നബിയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ജൂതന്മാർക്ക് അറിയുന്നത് പോലെ മൂസാ നബിനെ നമുക്കറിയില്ല. ഇതാണ് സത്യം. ജൂതന്മാർക്ക് അറിയുന്നത് പോലെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്കറിയില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഫിർഔനെതിരെ തൗഹീദിന്റെ പടപൊരുതിയ രീതി എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. മൂസാ നബിയുടെ വിഷയം എന്താണെന്ന് നമ്മൾ അറിയണം. ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അല്ലാഹു പറഞ്ഞത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിർഔൻ ശാഠ്യക്കാരനാണെന്ന് അല്ലാഹുവിന് അറിയാം. ഫിർഔന്റെ സ്വഭാവം അല്ലാഹുവിന് അറിയാം. ഫിർഔന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നും അല്ലാഹുവിന് അറിയാം. എന്നിട്ട് മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞത്, മൂസ, ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് നീ കയറി ചെന്നാൽ നീ സൗമ്യമായിട്ട് സംസാരിക്കും. ദഅവത്തിന്റെ രീതിയാണ്. അടിച്ചേൽപ്പിക്കാനുള്ള നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രബോധകന്മാർ മാത്രമാണ്. പ്രവാചകന്മാർ അല്ലാഹുവിന്റെ ദഅവത്ത് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം മാത്രമാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. ആരെയും സാമർത്ഥ്യം കാണിച്ച് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് അവരിലേക്ക് ആദർശത്തെ അടിച്ചേൽപ്പിക്കാനോ നാം ബാധ്യസ്ഥരല്ല. വളരെ മാന്യമായും സൗമ്യമായും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക.
തെളിവടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഇതാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കർ ഔ യഖ്ഷ. അള്ളാഹു പറയാ, മൂസ നീ മയമായി സംസാരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ അവൻ ചിന്തിക്കാം. എങ്ങനെ? സംസാരത്തിന്റെ മയം, അതിലുണ്ടാകുന്ന അസർ അതാണ്, ചിന്തിക്കാം. ഔ യഖ്ഷ, അല്ലെങ്കിൽ പേടിക്കാം, അവന്റെ മനസ്സിലൊരു പേടി വരാം, അല്ലെങ്കിൽ അവന്റെ ബുദ്ധി അത് ചിന്ത ഉണരാം. നിന്റെ സംസാരം അത് സൗമ്യമായ ദഅവത്തിന്റെ രീതിയാണ്. ഈ രൂപത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ പഠനവിധേയമാക്കണം നാം. അപ്പോഴാണ് മുഹറം 10 നോമിന്റെ പ്രാധാന്യവും അതിന്റെ പിന്നിലുണ്ടായ സംഭവ ബഹുലമായ ചരിത്രവും എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് ഈ നോമ്പെടുക്കാൻ നമുക്കൊരു ആവേശം ഉണ്ടാവും. അപ്പോഴേ ഈ നോമ്പിനൊരു മധുരം ഉണ്ടാവും. അപ്പോഴേ നാം ഇന്ന് നോറ്റ നോമ്പിനൊരു രസമുള്ളൂ. ഇതിന്റെ പിന്നിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഫിർഔന്റെ അധപതനത്തിന്റെയും ചരിത്രമാണെന്ന് ഓർക്കുമ്പോൾ, രണ്ടാമത് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നോമ്പിൽ നാം പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് സുന്നത്താക്കി. സഹാബാക്കളൊക്കെ നോമ്പ് നോറ്റു. സഹാബാക്കൾ പറഞ്ഞു, റസൂലേ, ജൂതന്മാരും ഇന്നത്തെ ദിവസം നോമ്പ് നോക്കുന്നുണ്ട്, അവർ ഇന്നത്തെ ദിവസം വലിയ പ്രാധാന്യമുള്ള ദിവസമായിട്ട് കാണുന്നുണ്ട്, നമ്മളും അതുപോലെ നോമ്പ് നോക്കുന്നു നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുഹറം 9 നോമ്പ് നോക്കണം. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പ് നോക്കും. എന്തിനാ മുഹറം 9 നോമ്പ്? എന്തിനാ മുഹറം 9 നോമ്പ്? അത് ജൂതന്മാരോട് എതിരാവുക എന്നതിന് വേണ്ടി മാത്രമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന് ശേഷം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇലാഹായി കണ്ടവർ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ദഅവത്തിനെ പുച്ഛിച്ചവർ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദിനെ തള്ളിപ്പറഞ്ഞവർ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന വിഷയത്തെ ഒഴിവാക്കിയവർ, ജൂതന്മാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ അംഗീകരിക്കാത്തവർ, പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാത്തവർ, അന്നും ഇന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എങ്ങനെയൊക്കെ കൊല്ലാമെന്ന് രാപ്പകലില്ലാതെ പ്ലാൻ ചെയ്യുന്നവർ, രാപ്പകലില്ലാതെ അതിന്റെ പിന്നിൽ പരിശ്രമിക്കുന്നവർ, ജൂതന്മാർ, അവർക്കെതിരാവണം എന്നുള്ളത് ഇസ്ലാമിന്റെ പൊതു തേട്ടമാണ്. നിങ്ങൾ ജൂതന്മാർക്കെതിരാവണം. കാരണം ജൂതന്മാരുമായിട്ട് ഒരു നിലക്കും യോജിക്കാൻ മുസ്ലിമീങ്ങളെ നമുക്ക് സാധിക്കില്ല. അവർ ഇസ്ലാമിന്റെ ബദ്ധവീരികളായ ശത്രുക്കളാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ശത്രുക്കളാണ് ജൂതന്മാർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ നോക്കിയവരാണവർ. ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയവരാണവർ. ഇസ്ലാമിനെ യുദ്ധം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചു അവർ. ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ കത്തി നശിപ്പിച്ചു. എന്നിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചു അവർ. എങ്ങനെയും ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ട ജൂതന്മാർ ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളത് ഒഴിവാക്കി മുസ്ലിമിന്റെ ഉള്ളിലുള്ള ഇസ്ലാമിനെ തകർക്കാൻ അവർ പ്ലാനുകൾ ഉണ്ടാക്കി. അങ്ങനെ ഇസ്ലാമിനെ തകർക്കാൻ നമുക്ക് കഴിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ ലക്ഷക്കണക്കിന് വരുന്ന കോപ്പികളെ കത്തിച്ചാമ്പലാക്കി അവർ കടലിൽ ഒഴുക്കി. എന്തിന്? ഇസ്ലാം ഇല്ലാതാവാൻ. ഇസ്ലാമിന്റെ പണ്ഡിത മഹത്തുക്കൾ അവർ ചുട്ടരിച്ചു ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ. പരിശുദ്ധമായ ഖുർആൻ അവർ ഇല്ലാതാക്കി. ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയൊന്നും ഇല്ലാതാകുന്നതല്ല ഇസ്ലാം. പിന്നെ എന്ത് ചെയ്യാം നമുക്ക്? അവരുടെ പദ്ധതിയിൽ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഒരുപക്ഷെ സാധിക്കില്ല. പക്ഷേ മുസ്ലിമിന്റെ ഉള്ളിൽ നിന്നും ഇസ്ലാമീയത്തിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അവർ പ്ലാനുകൾ ഉണ്ടാക്കി. ഇന്ന് മുസ്ലിമീങ്ങളെ ജീവിച്ചിരിപ്പുള്ളൂ. ആ മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ ഇസ്ലാം ജീവിച്ചിരിപ്പില്ല. അതാണ് യാഥാർത്ഥ്യം. ജൂതന്മാരോട് എതിരാവുക എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തേട്ടത്തെ, ആ താല്പര്യത്തെ പ്രിയപ്പെട്ടവരെ പുറങ്കാല കൊണ്ട് ചെവിട്ടി മതിക്കാണെന്ന് മുസ്ലിമീങ്ങൾ ഇന്ന് ഏതൊക്കെ വഴിയിൽ ഏതൊക്കെ വകുപ്പിൽ ജൂതനോട് യോജിക്കാൻ പറ്റോ ആ വഴികളൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം. അല്ലേ? അവന്റെ ആഘോഷങ്ങളിലായിക്കോട്ടെ, അവന്റെ വസ്ത്രധാരണത്തിലായിക്കോട്ടെ, അവന്റെ സംസാരത്തിലായിക്കോട്ടെ, അവന്റെ സംസ്കാരത്തിലായിക്കോട്ടെ, ജൂതനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം. അതെ, നമ്മൾ നോമ്പ് നോക്കാം മുഹറം 9. എന്തിനാ?
ജൂതനോട് എതിരാവാൻ. കാരണം ജൂതൻ മുഹറം 10 നോമ്പെടുക്കുന്നു, നമ്മൾ മുഹറം 10 നോമ്പെടുത്താൽ ജൂതനും നമ്മളും ഒരുപോലെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഇബാദത്ത് കൊണ്ട് പോലും, ഒരു നോമ്പ് കൊണ്ട് പോലും, ജൂതൻ നോമ്പെടുത്തോട്ടെ, നമ്മൾ എന്തിനാ നോക്കുന്നത്, നമുക്ക് നമ്മൾ നോമ്പെടുത്താൽ പോലെ എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നോമ്പാണെങ്കിൽ പോലും ജൂതനോട് യോജിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ കല്യാണം എങ്ങനെയാ നമുക്ക് ജൂതനോട് യോജിക്കാൻ പറ്റുക? നമ്മുടെ വീട്ടിലെ മക്കളുടെ വസ്ത്രധാരണ എങ്ങനെയാ നമുക്ക് ഈ ജൂതനോട് യോജിക്കാൻ പറ്റുക? എങ്ങനെയാ നമുക്ക് ഈ ജൂതനോട് യോജിക്കാൻ പറ്റുക? നാട്ടിൽ നടക്കുന്ന സർവ്വ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന മുസ്ലിം, സർവ്വ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന മുസ്ലിം, ഏത് മതത്തിന്റെ ആഘോഷങ്ങളായാലും ആഘോഷമല്ല എന്നും പറഞ്ഞ് പങ്കെടുക്കുന്ന മുസ്ലിം, അവൻ യോജിക്കുന്നത് ജൂതനോടാണ്. അവനത് മനസ്സിലാക്കാതെ പോവുക. അവൻ യോജിക്കുന്നത് ജൂതനോടാണ്, അവൻ യോജിക്കുന്ന നസാറാക്കളോടാണ്. സർവ്വ ആഘോഷങ്ങളും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ആഘോഷങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത, സഹാബാക്കളെ കാണിക്കാത്ത ആഘോഷങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് വിലക്കിയ വേഷവിധാനം, അള്ളാഹുവിന്റെ റസൂല് വിലക്കിയ ജീവിത രീതി, സർവ്വതും ജൂതന്റെ ബുദ്ധിക്ക് പിന്നിലുണ്ടായതാണ്, ജൂതന്റെ പരിശ്രമത്തിന്റെ പിന്നിലുണ്ടായതാണ്. ഇന്ന് നമ്മുടെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ പരിശോധിച്ചാൽ നാം ഇന്ന് എല്ലാം കൊണ്ടും ജൂതനെ യോജിക്കുന്നു. മുഹറം 9 നോമ്പ് കൊണ്ട് മാത്രം നമ്മൾ വിയോജിക്കുന്നു. അതല്ലേ സത്യം? മുഹറം 9 നോമ്പ് കൊണ്ട് നമ്മൾ ജൂതനെ വിയോജിക്കുന്നു. വീട്ടിലും നാട്ടിലുമുള്ള സർവ്വത് കൊണ്ടും ജൂതനോട് യോജിക്കുന്നു നാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം വരും, അവസാന കാലഘട്ടം വരും, ജൂതനെയും നസാറാക്കളെയും ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എന്റെ സമൂഹം പിൻപറ്റുന്ന ഒരു കാലഘട്ടം വരും. ഇന്നിന്റെ ഈ വർത്തമാന കാലഘട്ടത്തെ ഈ ഒരു ഹദീസുമായി പ്രിയപ്പെട്ടവരെ കൂട്ടി വായിക്കണം നാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ പുച്ഛിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ഒഴിവാക്കുന്നവർ, അത് കേവലം സുന്നത്തല്ലേ എന്ന് പറയുന്നവർ, അങ്ങനെ നാം മുസ്ലിമാണ് എന്ന് പറയുന്നവർ പോലും അവരുടെ വീട്ടിൽ അവരുടെ ഭാര്യയുടെ വേഷവിധാനം മോശമാണ്, ജൂതന്റെ വേഷമാണ്, ജൂതന്റെ വേഷമാണ്. ആ ജൂതൻ പണ്ഡിതന്റെ കോലത്തിലും വരും. മുഖം മറക്കുന്ന സ്ത്രീകളെ സൂക്ഷ്മത പാലിക്കാൻ താല്പര്യം കാണിക്കുന്ന സ്ത്രീകളെ അവരുടെ മുഖത്ത് നിന്നും നിഖാബിനെ വലിച്ചഴിക്കാൻ, അത് ഇസ്ലാമാണെന്ന് പഠിപ്പിക്കാൻ, മുഖം മറക്കുന്ന സ്ത്രീകളുടെ നിഖാബിനെ അതെടുത്തെറിഞ്ഞത് ഇസ്ലാമല്ല, ഇസ്ലാമിൽ അങ്ങനെ മുഖം മറക്കലില്ല എന്ന് പഠിപ്പിക്കാൻ ജൂതൻ ഒരുപക്ഷെ പണ്ഡിത വേഷത്തിൽ വരും. പ്രിയപ്പെട്ടവരെ, നാം കരുതിയിരിക്കണം. സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിൽ ശൈത്താൻ ബഹനമിരിക്കുമെന്ന് പറഞ്ഞത് അത് പല രൂപത്തിലുമാവാം. ഈ കാലഘട്ടത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന സ്ത്രീകൾ കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ഇടയിൽ നിഖാബും ഹിജാബും അത് ഇസ്ലാമിന്റെ വേഷമല്ല എന്നും പറഞ്ഞ് അതിൽ പണ്ഡിതന്മാർ എവിടെയോ രേഖപ്പെടുത്തിയ കിതാബിന്റെ വരികൾ കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീകൾക്ക് മുമ്പിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. മുഖം മറക്കുന്ന സ്ത്രീകൾ പോലും ചോദിക്കാണ്, ഉസ്താദെ നമ്മൾ മുഖം മറക്കണോ, നമുക്ക് തുറന്നിട്ടൂടെ എന്ന്. ആരാ ഇത് പഠിപ്പിക്കുന്നത്? പണ്ഡിതന്മാർ. അവർ കിതാബോധാണ്. ഏതോ ഒരു പണ്ഡിതൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് അദ്ദേഹത്തിന്റെ പഠന ഗവേഷണത്തിൽ അദ്ദേഹത്തിന് ഉരുത്തിരിഞ്ഞ ഒരു നിഗമനം അത് അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി. ആ കിതാബിന്റെ വരികൾ മാത്രം വായിച്ച്, ആ കിതാബിനെ മാത്രം വായിച്ച് ജനങ്ങളോട് പറയാണ്, മുഖം മറക്കൽ സ്ത്രീക്ക് വലിയ അഭികാമ്യമല്ല, അത് ഇസ്ലാമല്ല, അതിന്റെ ആവശ്യമില്ല എന്ന്. എങ്ങനെ? അതെ, നാം പറയുന്നു, ജൂതനെ പിൻപറ്റുന്നവരും ജൂതന്റെ പാഠ്യപദ്ധതികളിൽ ഇസ്ലാമിന്റെ അകത്തളങ്ങൾ നടപ്പാക്കുന്നവരും ഏതെങ്കിലും ഫാസിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരോ മറ്റേതെങ്കിലും ചിന്താധാരകളോ എല്ലാം പ്രിയപ്പെട്ടവരെ, നമുക്കകത്തുള്ളവർ സമൂഹത്തെ പരിഗണിച്ചുകൊണ്ട്, സമൂഹത്തിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെയും നിലനിൽക്കുന്ന സംഘടനയുടെയും നിലനിൽപ്പിന് വേണ്ടി എന്തും പറയാൻ മടിക്കാത്തവർ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തെളിവുകളെ മറച്ചു വെച്ച് സാധാ ജനങ്ങൾക്ക് മുമ്പിൽ തനിക്ക് തോന്നിയത് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന പണ്ഡിതന്മാർ ജൂതന്റെ ഏജൻസികളാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് വീട്ടിന്റെ അകത്തളങ്ങളിൽ മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം, പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട മക്കൾ ജൂതന്റെ സംസ്കാരമാണോ പേറുന്നത് എന്ന് പരിശോധിക്കണം നാം. ഇസ്ലാമിസ്റ്റുകളായിട്ട് ജീവിക്കുന്ന നാം നമ്മുടെ വീട്ടിൽ പെൺമക്കൾ നോക്കണം അവർ പുറത്തിറങ്ങുന്നത് എന്ത് കോലത്തിലാണെന്ന്.
സ്വന്തം ഭാര്യയെ നോക്കണം ഏത് കോലത്തിലാണ് എന്ന്. സ്വന്തം മക്കള് നോക്കണം, സ്വന്തം മക്കളുടെ മുഖത്തേക്ക് നോക്കണം. അവന്റെ മുന്നിൽ ഹബീബിന്റെ സുന്നത്തായ താടിയുണ്ടോ, അതല്ല ജൂതന്റെ സുന്നത്തായ ക്ലീൻ ഷേവാണോ അവനെന്ന് നോക്കണം നമ്മള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ജൂതൻ വന്നു, ക്ലീൻ ഷേവ് ജൂതൻ. അല്ലാഹു റസൂൽ ചോദിച്ചു, ഇതാരാ നിന്നെ പഠിപ്പിച്ചത്? അവന്റെ മീശ കട്ടിയായിട്ട് വളർത്തിയിട്ടുണ്ട്. ജൂതൻ പറഞ്ഞു, നബിയേ മുഹമ്മദ് ഇത് നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാ, നമ്മുടെ സ്റ്റൈൽ ഇതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, എന്നാൽ ഞാൻ എന്റെ അനുയായികളെ പഠിപ്പിക്കുന്നത് മീശ വെട്ടി ഒതുക്കാനും താടി നീട്ടി വളർത്താനുമാണ്. ആലോചിക്കുന്ന ജൂതന്റെ ആളുകൾ ആരാണ് എന്നും അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ആളുകൾ ആരാണ് എന്നും. പ്രിയപ്പെട്ടവരെ, മുഹറം 9ഉം 10ഉം നോമ്പ് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കട്ടെ. നമ്മളെ ഒരുപാട് ആലോചിക്കാനുള്ള ഒരു അവസരമായി ഈ നോമ്പിനെ കാണുക. ഇതിന്റെ പിന്നാമ്പുറങ്ങൾ പഠിക്കുക, ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുക, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ അല്ലാഹു അവന്റെ കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട്, കൃപ കൊണ്ട് അല്ലാഹു മാപ്പ് തരട്ടെ. ഒരുപാട് രോഗികൾ അല്ലാഹു അവർക്ക് പൂർണ്ണ ആഫിയത്തും ആരോഗ്യം അല്ലാഹു അവർക്ക് നൽകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹുവിന്റെ കടം പൂർണ്ണമായും വീട്ടി കൊടുക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.